ഡയറക്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ എലമെൻ്റായ മോട്ടിവേഷൻ എന്താണെന്നാണ് നോക്കേണ്ടത്. മോട്ടിവേഷൻ്റെ മലയാളം പ്രചോദനം എന്നാണ്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഡയറക്റ്റിങ്ങിലും നാം ഉപയോഗിക്കുന്നത്. മോട്ടിവേഷൻ നമുക്ക് ഇങ്ങനെ പറയാം: മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദ പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾസ്. അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കുറേയധികം ലക്ഷ്യങ്ങൾ നാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാകാം. ഈ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് നമ്മുടെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ ബീയിങ്ങിനെ ഉപയോഗിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതായത് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി അവരെ പരമാവധി പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവരെ കൊണ്ട് പീപ്പിൾ ടു ആക്ഷൻ എന്നാണ്, അവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക. അതായത് എല്ലായ്പ്പോഴും ഓർഗനൈസേഷന് വേണ്ടി വളരെ പോസിറ്റീവായി പ്രവർത്തിക്കുന്നതിനായിട്ട് ആളുകളെ പരമാവധി പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷണൽ മോട്ടിവേഷൻ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുന്നതല്ല. കാരണം അവിടുത്തെ എംപ്ലോയീസിനെ കണ്ടിന്യൂസ് ആയിട്ട് നാം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവരെ കൊണ്ട് നമുക്ക് പരമാവധി ഓർഗനൈസേഷനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ദ വെരി ഫസ്റ്റ് വൺ, മോട്ടിവേഷൻ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ലെവൽസ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ദ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഓർഗനൈസേഷൻ്റെയും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മോട്ടിവേഷനിലൂടെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം എംപ്ലോയീസിനെ നാം മോട്ടിവേറ്റ് ചെയ്യുന്നതോടെ അവരുടെ പെർഫോമൻസ് ലെവൽ കൂടുകയും അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് ലെവലും ഇൻക്രീസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് വൺ, motivation helps to change negative or indifferent attitude of employees to positive attitude. നമ്മുടെ പല എംപ്ലോയീസിനും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകാം. ഇത്തരത്തിൽ അവർക്കുള്ള അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനെ കൂടുതൽ ലൈവ് ആക്കുന്നതിന് മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനദർ വൺ, മോട്ടിവേഷൻ ഹെൽപ്സ് ടു റെഡ്യൂസ് എംപ്ലോയീസ് ടേൺ ഓവർ. അതായത് എംപ്ലോയീസിൻ്റെ കൊഴിഞ്ഞുപോക്ക്, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും എംപ്ലോയീസ് ജോലി ഒഴിവാക്കുകയോ രാജിവെക്കുകയോ അല്ലെങ്കിൽ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, അത്തരത്തിൽ എംപ്ലോയീസിൻ്റെ കൊഴിഞ്ഞുപോക്ക് നമുക്ക് പരമാവധി മോട്ടിവേഷനിലൂടെ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അനദർ വൺ, മോട്ടിവേഷൻ ഹെൽപ്സ് ടു റെഡ്യൂസ് ആബ്സെൻറ്റീസം ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആളുകളുടെ ആബ്സെൻറ്റീസം, ആളുകളുടെ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആബ്സെൻ്റ് ആകുന്നത് നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നു. ആൻഡ് അനദർ വൺ, മോട്ടിവേഷൻ ഹെൽപ്സ് ടു എൻഷുവർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 4 കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മോട്ടിവേഷനിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ് വളരെ സ്മൂത്ത് ആക്കാനായിട്ട്, വളരെ സുതാര്യമായിട്ട്, വളരെ ഈസി ആയിട്ട്, വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാനായിട്ട് മോട്ടിവേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. തിയറിയുടെ പേര് ഇതാണ്: മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണിത്. ഈ തിയറി കൊണ്ടുവന്നത് എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹമാണ് തിയറി ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. എബ്രഹാം മാസ്ലോയെ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മാനേജ്മെന്റ് സൈക്കോളജി. മാനേജ്മെന്റ് സൈക്കോളജിയുടെ ഫാദർ ആയിട്ടാണ് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ എബ്രഹാം മാസ്ലോയെ കൺസിഡർ ചെയ്ത് വരുന്നത്. അദ്ദേഹം ഇവിടെ വേറൊന്നുമല്ല പറയുന്നത്, അദ്ദേഹം മോട്ടിവേഷനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ആളുകൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ഈ ആഗ്രഹങ്ങൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊരാഗ്രഹത്തിലേക്ക് ആളുകൾ നടന്നെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്കുള്ള ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ആവശ്യം അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്തൊരു നീഡിലേക്ക് പോകുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇദ്ദേഹം ഇത്തരത്തിൽ 1943 നീഡ് ഹൈറാർക്കി തിയറിയുമായി ബന്ധപ്പെട്ടൊരു പേപ്പർ പബ്ലിഷ് ചെയ്യുണ്ടായി. ഈ ബേസിലാണ് അല്ലെങ്കിൽ ഈ തിയറിയാണ് നാം തിയറി ഓഫ് മോട്ടിവേഷൻ ബൈ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ
മനുഷ്യന് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉള്ളത്. ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ നീഡ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ ഒന്നാമത്തെ ആവശ്യം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ആവശ്യത്തെ അദ്ദേഹം ബേസിക് നീഡ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ് എന്നാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത്. ഈ ബേസിക് നീഡ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയാണ് അദ്ദേഹം ബേസിക് നീഡിന്റെ ഗണത്തിൽ പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഫുഡ് ഉണ്ടാവുക, അതുപോലെ എയർ കിട്ടുക, ഷെൽട്ടർ ഉണ്ടാവുക, ഹങ്കർ ഇല്ലാതിരിക്കുക, വിശപ്പിൽ നിന്നുള്ള ഒരു മോചനം അയാൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഒരാളുടെ ബേസിക് നീഡായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ ഒരാളുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് സാലറി ആണ്, അല്ലെ? ബേസിക് സാലറി ആ എംപ്ലോയിക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ നീഡ് ക്ലാസിഫിക്കേഷൻ, അതായത് ബേസിക് നീഡ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്. ഈ നീഡിലൂടെ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക് നീഡിൽ വരിക. രണ്ടാമത്തെ നീഡാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുക, ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നാം അടുത്ത നീഡായ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡിലേക്ക് എത്തുക. ഇവിടെ ഇത്രയേ ഉള്ളൂ: ദീസ് നീഡ്സ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹാം. അതായത് ഒരു മനുഷ്യന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അത് ഫിസിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും അദ്ദേഹത്തിന് സംരക്ഷണം നൽകുക, അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നാം നമ്മുടെ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് ആ സ്ഥാപനത്തിൽ ജോബ് സെക്യൂരിറ്റി നൽകുക. പലരും ഗവൺമെന്റ് ജോബ് പ്രിഫർ ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ജോബ് സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മറ്റേതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, അവർക്ക് സ്ഥിരമായ ഒരു വരുമാനം ലഭിക്കുക, അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുക. ഇതൊക്കെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്ന നീഡ്സ് ആണ്. ഇനി സേഫ്റ്റി നീഡ് ഒരാൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മറ്റൊരു നീഡാണ് സോഷ്യൽ നീഡ് ഓർ ബിലോങ്ങിങ് നീഡ്. ഇവിടെ വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ സമൂഹവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി വരിക, സമൂഹത്തിൽ നമുക്ക് നല്ല റിലേഷൻസ് ഉണ്ടാവുക, തുടങ്ങി ഒരു ഓർഗനൈസേഷനിലും അത് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് നമുക്ക് നല്ല അഫെക്ഷൻസ് ഉണ്ടാവുക, നല്ല ബിലോങ്ങിങ്നെസ്, നല്ല അടുപ്പം ഉണ്ടാവുക, അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുക തുടങ്ങി ഒരു സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സോഷ്യൽ നീഡിൽ അല്ലെങ്കിൽ ബിലോങ്ങിങ് നീഡ്സിൽ വരുന്നത്. ഇനി സോഷ്യൽ നീഡ് ഒരാൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന മറ്റൊരു നീഡാണ് എസ്റ്റീം നീഡ് അല്ലെങ്കിൽ ഈഗോ നീഡ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ നീഡ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകണം, അതുപോലെ തന്നെ ഓട്ടോണമി സ്റ്റേറ്റസ് ഉണ്ടാകണം. അതായത് സമൂഹത്തിൽ നമുക്കൊരു പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകണം, അതുപോലെ സമൂഹം നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ അംഗീകരിക്കണം, അതുപോലെ സമൂഹത്തിൽ നമുക്ക് അറ്റൻഷൻ ഉണ്ടാകണം, നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ തുടങ്ങിയ, അതുപോലെ എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ സ്വയം ഒരു മനുഷ്യന് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് എന്ന് തോന്നുക തുടങ്ങി ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈഗോ നീഡ് അല്ലെങ്കിൽ എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ഈ 4 നീഡുകൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാസ്ലോയുടെ അഭിപ്രായത്തിലുള്ള 5ാമത്തെയും അവസാനത്തെയും നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നീഡ്. അപ്പോൾ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ ദ ഹെറാർക്കി, അല്ലെ? ഈ നീഡ്സ് ഒക്കെ നാം പരിശോധിക്കുമ്പോൾ അതിന് ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന നീഡാണ് ആക്ച്വലി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്രൈവ് ടു ബിക്കം വാട്ട് ഈസ് കാപ്പബിൾ ഓഫ് ബിക്കമിങ്. അതായത് നമുക്ക് എന്താകാൻ സാധിക്കുമോ അതിന്റെ പരമാവധിയിൽ നാം എത്തുക, നമുക്ക് നമ്മുടെ കഴിവ് എന്തൊക്കെയാണോ ഉള്ളത് ആ കഴിവിനനുസരിച്ച് പരമാവധി നാം വളരുക, അല്ലെങ്കിൽ നമ്മുടെ റെക്കഗ്നിഷൻ, നമ്മുടെ സാമൂഹിക അംഗീകാരവും അല്ലെങ്കിൽ നാം എന്താകണമെന്ന് നാം ഉദ്ദേശിച്ചോ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നീഡ്. അതുപോലെ ഇവിടെ നമ്മുടെ സെൽഫ് ഗ്രോത്ത്, നമ്മുടെ സ്വയം വളർച്ച, അതുപോലെ സെൽഫ് ഫുൾഫിൽമെന്റ്, അതായത് നാം കുറേ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാകാം, ഈ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുക അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്തിച്ചേരുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ഇതുവരെ പറഞ്ഞ ആദ്യത്തെ 4 നീഡുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ
സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നീഡിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ തന്നിരിക്കുന്ന ഒരു പിരമിഡ്, ഈ പിരമിഡിലൂടെ നമുക്ക് എബ്രഹാം മാസ്ലോ നീഡുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും താഴെയായിട്ട് വരുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. അത് കഴിഞ്ഞാൽ, ആ നീഡ് കഴിഞ്ഞാൽ അദ്ദേഹം സേഫ്റ്റി നീഡിലേക്ക് എത്തുന്നു. അതിനുശേഷം അദ്ദേഹം സോഷ്യൽ നീഡിലേക്കും, അതിനുശേഷം അദ്ദേഹം എസ്റ്റീം നീഡിലേക്കും, ആൻഡ് ഫൈനലി അദ്ദേഹം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്കും എത്തുന്നു. അപ്പോൾ ഇതാണ് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ അസംപ്ഷൻസ് ഓഫ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി. എല്ലാ തിയറീസിനും ഉള്ളതുപോലെ മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിക്കും അതിൻ്റെതായ ചില അസംപ്ഷൻസ് അല്ലെങ്കിൽ സങ്കല്പങ്ങളുണ്ട്. ദ വെരി ഫസ്റ്റ് അസംപ്ഷൻ ഈസ് പീപ്പിൾസ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. നമുക്കറിയാലോ, ആളുകളൊക്കെ തന്നെ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ നീഡുകളെ അടിസ്ഥാനപ്പെട്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓരോ മനുഷ്യരുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നു ആളുകളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ആളുകളുടെ നീഡിനെ ബേസ് ചെയ്ത്, ആളുകളുടെ ആവശ്യത്തെ ബേസ് ചെയ്തായിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് നീഡ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. അതായത് നാം ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് നീഡ്സ്, ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ, ആ നീഡ് സാറ്റിസ്ഫൈഡ് ആയി എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായാൽ, ഒരു വ്യക്തിക്ക് മനസ്സിലായാൽ അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു നീഡ് കഴിഞ്ഞിട്ട് അടുത്ത നീഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് ആ വ്യക്തിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആൻഡ് അനദർ വൺ, പീപ്പിൾസ് നീഡ്സ് ആർ ഇൻ ഹയറാർക്കിക്കൽ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ബേസിക് നീഡ് ടു ഹയർ ലെവൽ നീഡ്സ്. നാം ഇതുവരെ പറഞ്ഞ കാര്യമാണ്. ആളുകളുടെ നീഡ്സിന് ഒരു ഹയറാർക്കൽ ഓർഡർ ഉണ്ടാകും, ഒരു കൃത്യമായ ഓർഡർ ഉണ്ടാകും. അത് ബേസിക് നീഡിൽ നിന്ന് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഹയർ ലെവൽ നീഡ്സിലേക്കാണ് പോകുന്നത്. ആൻഡ് അനദർ വൺ, എ സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റ് എ പേഴ്സൺ ആൻഡ് ഓൺലി നെക്സ്റ്റ് ലെവൽ നീഡ് ക്യാൻ മോട്ടിവേറ്റ് ഹിം. അതായത് ഒരു നീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ നീഡ് കൊണ്ട് അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെന്നില്ല. അടുത്ത ലെവലിലേക്ക്, തൊട്ട് മുകളിലുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. അതായത് നമുക്ക് ബേസിക് നീഡ് ഉണ്ടാകുമെന്ന് കരുതുക. ആ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ, ആ ബേസിക് നീഡിൽ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ തന്നെ നാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ബേസിക് നീഡ് പിന്നീട് അദ്ദേഹത്തിന് ബേസിക് നീഡിലൂടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. അതിനുശേഷം അടുത്ത നീഡായ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ് കിട്ടിയാൽ മാത്രമേ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, a person moves to the next higher level of hierarchy only when the lower need is satisfied. അതായത് ഒരാൾ അയാളുടെ ലോവർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഹയർ ലെവൽ ഓഫ് നീഡിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയുടെ അസംപ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അസംപ്ഷൻസ്.